ഇത് പാവയ്ക്കയുടെ പായസമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. സാധാരണ പാവയ്ക്ക കൊണ്ട് തോരൻ, പുളിങ്കറിയൊക്കെ ഉണ്ടാക്കുന്നത്. ജസ്റ്റ് ഒരു പായസം ഉണ്ടാക്കുകയാണ്. പാവയ്ക്ക ഇതിൻ്റെ ഒരു ഹാഫ് മതിയാകും. ഞാനിത് ക്യൂബ് സൈസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ബോയിൽ ചെയ്യണം. ബോയിൽ നിന്ന് കാണിച്ചു തരാം. 2 ബൗളിൽ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലൊക്കെ ഇത് ഇടാം. ഇട്ടിട്ട് 2-3 മിനിറ്റ് ഇതൊന്ന് നല്ല തിളച്ചിട്ട്, അപ്പോൾ ഇതിൻ്റെ കയ്പ്പ് പോകാൻ വേണ്ടിയിട്ടാണ്. പാവയ്ക്ക അങ്ങനെ അധികം ആർക്കും അങ്ങനെ ഇഷ്ടമല്ല. എന്നാൽ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു പായസമാണ്. ഇതിൻ്റെ കയ്പ്പ് മാറാൻ വേണ്ടിയിട്ടാണ്. 2-3 മിനിറ്റ് വെക്കണം. ഇതിനെ ഈ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിനെ അടുത്ത ബൗളിലോട്ട് മാറ്റുകയാണ്. അത് വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്, അതിലോട്ട് മാറ്റണം. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം ഇത് മാറ്റി കഴിയുമ്പോൾ ഇതിൻ്റെ കയ്പ്പ് ഏകദേശം പോയി കിട്ടും. എന്നിട്ട് ഈ വെള്ളം മാറ്റിയിട്ട് അടുത്ത വെള്ളത്തിൽ വീണ്ടും ഇതിനെ വേവിക്കണം. വേവിച്ചതിൻ്റെ കയ്പ്പ് അപ്പോഴത്തേക്ക് മാറും. ഇത് വേവിച്ച പാവയ്ക്ക് ഞാനൊന്ന് മാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അഥവാ ഒന്ന് കയ്പ്പ് വീണ്ടും തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് തൈരിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി. ഇച്ചിരിയൊക്കെ കയ്പ്പ് വേണം, പാവയ്ക്കല്ലേ. പിന്നെ ഞാനൊരു 7-8 ഡേറ്റ്സ് ഈന്തപ്പഴം നമ്മൊന്ന് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടൊന്ന് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഗീയിൽ ഫ്രൈ ചെയ്ത കാഷ്നട്ട്, കോക്കനട്ട് പീസ്, ഗ്രേപ്സ്, പിന്നെ നമ്മുടെ ശർക്കരപ്പാനി, പാല്, ഏലക്ക ചതച്ചത്, പിന്നെ ജിഞ്ചർ പൗഡർ, നമ്മുടെ ചുക്കുപൊടി, ജീര പൗഡർ. നമുക്ക് പാൻ ചൂടാക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ആവശ്യത്തിന് ഗീ ഒഴിക്കുകയാണ്. പായസം സാധാരണ എല്ലാവർക്കും പാടാണെന്ന് പറയും, പക്ഷെ പായസം വളരെ എളുപ്പമാണ്. വെജിറ്റബിൾ ആയാലും ഫ്രൂട്ട്സ് ആയാലും ദാലായാലും ജസ്റ്റ് അതിനെ ഒന്ന് കുക്കറിൽ 2-3 ഏലക്ക ഇട്ട് വേവിച്ചിട്ട് അതിനെ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ശർക്കരപ്പാനി, പിന്നെ പാല്, ആവശ്യത്തിന് നട്ട്സും ഒക്കെ ചേർത്ത് എളുപ്പമാണ്. ഞാൻ പാവയ്ക്ക ചേർക്കുകയാണ്. പിന്നെ നെയ്യിൽ വഴറ്റിയെടുക്കുക. ഇതേ രീതിയിൽ, ഈ കാണിക്കുന്ന രീതിയിൽ തന്നെ എല്ലാ ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾ ആയാലും ദാലായാലും നമുക്ക് ചെയ്യാം. ചേന, മത്തങ്ങ, പൈനാപ്പിൾ, ആപ്പിൾ, നേന്ത്ര, ഇതേ രീതിയിൽ തന്നെ ഒനിയൻ ചെയ്യാം. ഒനിയൻ ഇത് കുറേ പ്രാവശ്യം നേരത്തെ കാണിച്ച മാതിരി ബോയിൽ ചെയ്തിട്ട് അതിൻ്റെ സ്മെല്ല് മാറ്റിയിട്ട് ഇതേ രീതിയിൽ നമുക്ക് ചെയ്യാം. ഒനിയൻ അത് നല്ല ടേസ്റ്റാണ് പായസത്തിന്. ഞാൻ ഡേറ്റ്സ് പേസ്റ്റ് ചേർക്കുകയാണ്. 2 സ്പൂൺ ചേർത്തു, കുഴപ്പമില്ല. 2-3 ചേർക്കാം. ഇച്ചിരിയൊക്കെ കയ്പുണ്ടാകും. ഷുഗറൊക്കെ ഉള്ളവർക്ക് നല്ലതാണ് പാവയ്ക്കയുടെ ജ്യൂസ്, പാവയ്ക്ക തോരന്. ഞാൻ ശർക്കര ഉരുക്കിയത് ചേർക്കുകയാണ് ആവശ്യത്തിന് മധുരത്തിന്. മധുരം നോക്കിയിട്ട്, ഓരോരുത്തർക്കും ഒത്തിരി മധുരം ഇഷ്ടമല്ല, ചിലർക്ക് കുറച്ച് ഇഷ്ടമാണ്. അപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. മധുരമൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന മിൽക്ക് കുറച്ച് ചേർക്കാം. ക്വാണ്ടിറ്റി കുറച്ചാണ് കാണിക്കുന്നത്.
ഞാനിതൊന്ന് കുറുകാൻ വേണ്ടിയിട്ട് റൈസ് പൗഡർ ഒന്ന് വെള്ളത്തിലൊന്ന് ചാലിച്ചെടുക്കുകയാണ്. കുറുക്കിയെടുത്ത് പേസ്റ്റ് റൈസ് പൗഡർ വെള്ളം ഒഴിച്ചൊന്ന് കുറുക്കിയെടുക്കുക. അതൊന്ന് കുറുക്കാൻ വേണ്ടിയിട്ടാണത്, തിക്കാകാൻ വേണ്ടിയിട്ട്. റൈസ് പേസ്റ്റ് ചേർത്ത് ഇപ്പം നിന്നൊന്ന് കുറുകിയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ കാഷ്നട്ടൊക്കെ ചേർക്കാം. കാഷ്നട്ട്, ഗ്രേപ്സ്, കോക്കനട്ട് പീസ് ഫ്രൈ ചെയ്ത് ഗീയിൽ വറുത്ത് ചേർക്കുകയാണ്. പിന്നെ ജിഞ്ചർ പൗഡർ, നമ്മുടെ ചുക്കുപൊടി ചേർക്കുന്നു. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കുക. ഇഷ്ടമാണെങ്കിൽ ഒത്തിരി ചേർക്കുക, അല്ലെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ജീരകപ്പൊടി ചേർക്കുകയാണ്. ഇത് ശരിക്കും ഒരു മധുരവും ഒരു എരിവും കയ്പും ഒക്കെ ഉണ്ടാവും. ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതാണ്. പായസം, അങ്ങനെ പാവയ്ക്ക പായസം, ബിറ്റർ ഗുഡ്സ് പായസം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു ബൗളിലോട്ട് മാറ്റാം.